ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാൻ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചിക്കൻ ഷവർമ ബ്രെഡ് റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഉപ്പും പെപ്പർ പൗഡർ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ എന്താ നമ്മുടെ ചിക്കൻ ഇനി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തേക്കോ. വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇതിൽ കൂടുതൽ മസാല ഒന്നും ഇടരുത് കേട്ടോ. പെപ്പർ പൗഡറും സോൾട്ടും മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കാം. ഞാനിപ്പോൾ ഒരു 10 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റീം ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ബ്രെഡ് റോളാക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകുകയൊന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഞാൻ പരത്തിയെടുക്കുന്നില്ല. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഇല്ലേ, അത് കട്ട് ചെയ്തെടുക്കാം. നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് കുറച്ച് വലിപ്പം വേണം. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷും ചെയ്യരുത് കേട്ടോ, അപ്പോൾ നല്ല പൊടിഞ്ഞു പോകും. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ബ്രെഡ് ഇല്ലേ, അതൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പരത്തി കൊടുക്കാം. ഞാൻ പ്രസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്കുള്ളൊരു സോസ് റെഡിയാക്കണം. അതിന് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് മൈദയും പാലും ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ പിന്നെ ആവശ്യത്തിനുള്ള ചീസും കൂടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ചീസ് ആഡ് ചെയ്തിട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് മിക്സായി ഒരു തിക്കായി വരണം കേട്ടോ, ഒരു തിക്ക് പേസ്റ്റായി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെജീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, ക്യാരറ്റ്, കക്കിരി, തക്കാളി ഇതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കം, ഉള്ളിയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കനില്ലേ, ആ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്കുള്ള മസാല ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഗരം മസാല, ചില്ലി ഫ്ലേക്സ്, സോൾട്ട്, പെപ്പർ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒന്നും ഇടരുത് കേട്ടോ. അങ്ങനെ ഇതുകൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കൈ കൊണ്ട് പ്രസ് ചെയ്തതിനോണ്ട് നമുക്ക് വേഗം റോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ ബ്രെഡും ഒന്ന് റോൾ ചെയ്തെടുക്കട്ടെ. അങ്ങനെ എല്ലാ ബ്രെഡും ഞാനൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടൻ്റെ മിക്സിൽ ഇതൊന്ന് മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് ഞാനിത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിത് പൊരിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. അതുപോലെ തന്നെ ഞാൻ ഇനി ഒരുപാട് വീഡിയോസായിട്ട് വരുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ, അപ്പം ബൈ.